إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യാന്വേഷികളായ വിശ്വാസികളെ വിശ്വാസിനികൾ സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ മുഴുവൻ സമയങ്ങളിലും സൂക്ഷിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങളും നിയമങ്ങളും ആജ്ഞകളും കൽപ്പനകളുമെല്ലാം പരമാവധി ജീവിതത്തിൽ പാലിക്കുകയും നാളെ മരണാനന്തര ജീവിതത്തിൽ റബ്ബിനെ കണ്ടുമുട്ടുകയും ചെയ്യുന്ന നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ, നമസ്കാരവും നോമ്പും ഹജ്ജും അതുപോലെയുള്ള നന്മകൾ ധാരാളം ചെയ്തു കൂട്ടിയ ആളുകൾ, ആ നന്മകളൊന്നും അവർക്ക് ഉപകാരപ്പെടാതെ പോകുന്ന ചില വിഭാഗം ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നതായി ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒന്നാണ് ഗീബത്ത് പറയുക എന്നത്, അഥവാ പരദൂഷണം പറയുക. ഒരാളെ കുറിച്ച് അവന്റെ അഭാവത്തിൽ അവൻ ഇഷ്ടമില്ലാത്തത് പറയലാണ് ഗീബത്ത്, പരദൂഷണം പറയൽ എന്ന് പറഞ്ഞാൽ. ഒരു സത്യവിശ്വാസിയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത മോശപ്പെട്ട ദുർഗുണങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്.
പലരും ധരിച്ചു വച്ചിരിക്കുന്നത് അത് ഒരു വ്യക്തിയെ കുറിച്ച് ഇല്ലാത്തത് പറയലാണ് ഗീബത്ത് എന്നതാണ്. എന്നാൽ അങ്ങനെയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഒരാളിൽ ഉള്ളത് പറയലാണ് ഗീബത്ത് എന്നത്. ഇല്ലാത്തത് പറയലാണ് എങ്കിൽ അത് കളവ് പറയലാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അതദറൂന മൽ ഗീബ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, എന്താണ് ഗീബത്ത്, പരദൂഷണം എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? സഹാബികൾ പറഞ്ഞു, ഖാലു അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും റസൂലിനുമാണ് അറിയുന്നത്, കൂടുതൽ അറിയുക, ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയുകയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഖാല ദിക്റുക അഖാക ബിമാ യക്റഹു, നിന്റെ സഹോദരനെ കുറിച്ച് അവൻ ഇഷ്ടമില്ലാത്തത് പറയലാണത്. ആ സമയം സഹാബികൾ ചോദിച്ചു, ഖീല അഫറഅയ്ത ഇൻ കാന ഫീ അഖീ മാ അഖൂലു, അല്ലാഹുവിന്റെ റസൂലേ, അവരിൽ ഉള്ളതാണെങ്കിലോ, ഉള്ള കാര്യം പറയലാണെങ്കിലോ, ഒരാളെ കുറിച്ച് പറയാണ്, അത് അവന്റെ ജീവിതത്തിൽ ഉള്ള കാര്യമാണ്, ചെയ്ത കാര്യമാണ്, അപ്പൊ അത് പറയലാണെങ്കിലോ അത് ഗീബത്തിന്റെ പരിധിയിൽ പെടുമോ എന്ന് സഹാബികൾ ചോദിച്ചപ്പോ ഖാല, അവിടുന്ന് പറഞ്ഞു, ഇൻ കാന ഫീഹി മാ തഖൂലു ഫഖദ് ഇഗ്തബൈതഹു, ഒരാളെ കുറിച്ച് നീ പറയുന്നത് അവരിൽ ഉള്ളതാണ് എങ്കിൽ അതാണ് പരദൂഷണം, അതാണ് ഗീബത്ത്. വഇൻ ലം യകുൻ ഫീഹി ഫഖദ് ബഹത്തഹു, ഇനി നീ ഇല്ലാത്തത് പറയുകയാണെങ്കിലോ അത് അവന്റെ പേരിൽ നീ കളവ് പറയുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളെ കുറിച്ച് ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് നമ്മൾ പറഞ്ഞാൽ അത് പരദൂഷണമാണ്. അവരെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞാൽ പരദൂഷണവും കളവുമാണ് എന്നാണ്. രണ്ട് കുറ്റമാണ് അതിന് കിട്ടുക. അപ്പൊ നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച് പരദൂഷണം പറയുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഉപമിച്ചതായി പരിശുദ്ധ ഖുർആനിൽ കാണാം. ശവം തിന്നുന്നതിന് തുല്യമായിട്ടാണ്. പച്ചമാംസം ചത്തുകിടക്കുന്ന ശവത്തിൽ നിന്ന് കൊത്തി വലിച്ച് തിന്നുന്നതിന് പകരമായിട്ട് അതിനോടാണ് അല്ലാഹു റസൂൽ അതിനെ ഉപമിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ 49-ാം അധ്യായം സൂറത്ത് ഹുജറാത്തിന്റെ 12-ാമത്തെ വചനത്തിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹു വത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ വിശ്വസിച്ച ആളുകളെ, സത്യവിശ്വാസികളെ, നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പറഞ്ഞു നടക്കാൻ പാടില്ല. ഭൂവത്തിൽ മിക്കതും നിങ്ങൾ വെടിയണം, ഒഴിവാക്കപ്പെടേണ്ടതാണ്. തീർച്ചയായും ഭൂവത്തിൽ ഊഹിച്ചു പറയുക എന്നത് അത് കുറ്റകരമായ കാര്യമാണ്. അതുപോലെ നിങ്ങൾ ചാരപ്രവർത്തനങ്ങളും ചെയ്തു പോകരുത്. നിങ്ങളിൽ ചിലരെ പറ്റി അവരുടെ അഭാവത്തിൽ നിങ്ങൾ പറയുന്നത് അങ്ങ് ദുഷിച്ചു പറയുക എന്നത് അത് വിലക്കപ്പെട്ട കാര്യമാണ്, അത് അരുതാത്തതാണ്. തന്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോ അയുഹിബ്ബു അഹദുകും അയ്യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹു, അല്ലാഹു ചോദിക്കാണ്, തന്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ മാംസം ഭക്ഷിക്കുവാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ എന്നാണ്. എന്നാൽ ആ ശവം അത് തിന്നാൻ നമ്മൾ വെറുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാഹു പറയാണ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അല്ലാഹു തീർച്ചയായും പശ്ചാത്തലം സ്വീകരിക്കുന്നവനാണ്, അവൻ കാരുണ്യമുള്ളവനാണ് എന്നാണ്. പച്ചമാംസം തിന്നാൻ നമ്മൾ ഇഷ്ടപ്പെടുകയില്ല.
അതുപോലെ തന്നെ അത്രയും ഗൗരവപ്പെട്ട കാര്യമാണ് ഒരാളെ കുറിച്ച് അവന്റെ അഭാവത്തിൽ അവൻ ഇഷ്ടമില്ലാത്തത് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുക എന്നത്. മനസ്സുകൾക്ക് ഏറ്റവും വെറുപ്പുള്ള മരിച്ചവന്റെ മാംസം ഭക്ഷിക്കുന്നതിനോടാണ് ഗീബത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാദൃശ്യപ്പെടുത്തി പറഞ്ഞത്. അത് നിങ്ങൾ അവന്റെ മാംസം ഭക്ഷിക്കാൻ വെറുക്കുന്നത് പോലെയാണ് എന്നാണ് അതിനർത്ഥം. പ്രത്യേകിച്ചും മരിച്ചു കിടക്കുമ്പോൾ അതിൽ നിന്ന് ആ ശവം നമ്മൾ തിന്നാൻ, അതുപോലെ അതിനെ നിങ്ങൾ എത്ര കണ്ട് വെറുക്കുന്നുണ്ടോ അതുപോലെ നിങ്ങൾ ഗീബത്തിനെയും നിങ്ങൾ വെറുക്കണമെന്നാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ സഅദി പറഞ്ഞതായി കാണാം. ഇനി മാത്രമല്ല ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് വന്ന ഹദീസിൽ കാണാം, ഖാലത് ഖുൽതു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്ബുക മിൻ സഫിയ്യത. ആയിഷ റളിയല്ലാഹു പറയാം, ഞാൻ നബിയോട് പറയുകയുണ്ടായി, സഫിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയാം, കദാ വ കദാ, നിങ്ങൾ ഈ സഫിയയുടെ കൂടെയാണോ നിങ്ങൾ, അവളെ നിങ്ങൾക്ക് മതിയായില്ലേ എന്നൊരു വാക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി. ഖാല, അല്ലാഹു റസൂൽ പറഞ്ഞു, എങ്ങനെയുള്ള സഫിയാണ്? പിന്നെ കുറുതായിട്ടുള്ള സഫിയ റളിയല്ലാഹു അൻഹ. ആ കുറുതായിട്ടുള്ള സഫിയ റളിയല്ലാഹു അൻഹയെ നിങ്ങൾക്ക് മതിയായില്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം എന്താണ്? ഗൈറു മുസദ്ദിദി തഅനി ഖസീറത്തുൻ, കുറിയവളായ അവളെ നിങ്ങൾക്ക് മതിയായില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഫഖാല, അല്ലാഹു റസൂൽ പറഞ്ഞു, ലഖദ് ഖുൽതി കലിമതൻ ലൗ മുസിജത് ബിമാഇൽ ബഹ്രി ലമസജതുഹു. ആയിഷ, നീ ഈ പറഞ്ഞ വാക്കുണ്ടല്ലോ, ആ വാക്ക്, ആ പ്രയോഗം, ആ പദം അത് സമുദ്രത്തിൽ ഒഴിക്കുകയാണ് എങ്കിൽ, ഒഴുക്കിക്കളഞ്ഞാൽ ആ സമുദ്രം മുഴുവനും ചീത്തയാകാൻ ആ പ്രയോഗം, ആ വാക്ക് മതിയാകുന്നതാണ് എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമുദ്രം മുഴുവനും വൃത്തികേടാവാൻ, ചീത്തയാകാൻ ആ പ്രയോഗം മതി എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞത്? കുറിതായിട്ടുള്ള സഫിയ റളിയല്ലാഹു അൻഹ, ആ സഫിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് കുറിയവൾ എന്നൊരു പ്രയോഗം പറഞ്ഞപ്പോഴേക്ക് അല്ലാഹു റസൂൽ അതിന്റെ ഗൗരവം പഠിപ്പിക്കുകയാണ്. ഇവിടെയാണ് നമ്മളൊക്കെ ആലോചിക്കേണ്ട സഹോദരങ്ങൾ. നമ്മൾക്ക് നമ്മുടെ നാവുകളിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ, മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന അപവാദങ്ങൾ എത്ര ഗൗരവപ്പെട്ടതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. എത്ര സമുദ്രങ്ങളിലെ മലീമസമാക്കാൻ മാത്രമുള്ള വാക്കുകളും പ്രയോഗങ്ങളുമാണ് നമ്മളിൽ വരുന്നത് എന്നത് നമ്മൾ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, പരദൂഷണം പറയുക എന്നത് അത് മിനൽ കബായിർ, വൻ പാപങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ്. കാരണം എന്താ അങ്ങനെ പറയാൻ കാരണം? അയാൾ നമസ്കരിക്കുകയോ സ്വതക്ക ചെയ്യുകയോ നോമ്പനുഷ്ഠിക്കുകയോ ഹജ്ജ് ചെയ്യുകയോ ചെയ്താൽ അയാളുടെ നാവിലൂടെ വന്ന പരദൂഷണത്തെ മായ്ച്ചു കളയാൻ അതൊന്നും പര്യാപ്തമല്ല എന്നാണ്. എത്ര നിസ്കരിച്ചാലും നോമ്പ് നോറ്റാലും എത്ര ഹജ്ജ് ചെയ്താലും ഒരാളെ കുറിച്ച് നമ്മൾ അപവാദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗീബത്തിനെ മായ്ച്ചു കളയാൻ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് സാധിക്കുകയില്ല എന്നാണ് ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല സഹോദരങ്ങളെ, ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, ഗീബത്ത് എന്നത് പരദൂഷണം പറയുക എന്നത് അത് വൻപാപമാണെന്നതിൽ യാതൊരു ശക്കുമില്ല, യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. വല്ലവനും പരദൂഷണം പറഞ്ഞാൽ അവൻ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങൽ അത് വാജിബാണ്, നിർബന്ധമാണ് എന്നതാണ്. ഒരാളെ കുറിച്ച് നമ്മൾ ഇല്ലാത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായും നമ്മൾ എന്ത് ചെയ്യണം?
അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാത്ത പക്ഷം അള്ളാഹു അത് വിട്ടു തരുകയില്ല, പുറത്തു തരികയില്ല. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് വീണ്ടും പറയുകയാണ്, പരദൂഷണം എന്ന് പറഞ്ഞാൽ അത് വൻപാപമാണ്. അതിലൂടെ ഉണ്ടാകുന്ന ഉപദ്രവത്തിന്റെ ആധിക്യത്തിനനുസരിച്ച് പാപവും കുറ്റവും ഇരട്ടിച്ചു കൊണ്ടിരിക്കും. ഏതുപോലെ എന്നിട്ട് ഉദാഹരണം പറയാം. എല്ലാ അപവാദങ്ങളും എല്ലാ ഗീബത്തും ഒരേ ഗണത്തിലല്ല. അതിന്റെ ആധിക്യമനുസരിച്ച് അതിന്റെ കുറ്റം വർദ്ധിക്കും. ഏതുപോലെ ഒരാൾ ഒരു കുടുംബത്തെ കുറിച്ചാണ് പരദൂഷണം പറയുന്നതെങ്കിൽ, കുടുംബക്കാരനെ കുറിച്ചാണ് പരദൂഷണം പറയുന്നതെങ്കിൽ അത് കുടുംബത്തിൽപ്പെടാത്ത അപരനെ കുറിച്ച് പറയുന്നത് പോലെയല്ല. കാരണം ബന്ധുവിനെ കുറിച്ച് ആകുമ്പോൾ പരദൂഷണവും ഒപ്പം ആ കുടുംബ ബന്ധം മുറിയുകയും ചെയ്യുന്നു, അതിന്റെ ഗൗരവം കൂടും. അത് മറ്റുള്ള അപരനെ കുറിച്ച് പറയുന്നത് പോലെയല്ല. അതുപോലെ തന്നെ അയൽവാസിയെ കുറിച്ച് പരദൂഷണം പറയുന്നത് അത് നമ്മുടെ വീട്ടിൽ നിന്ന് കുറേ അകലെ നിന്ന് ഉള്ള താമസിക്കുന്ന ഒരാളെ കുറിച്ച് പറയുന്നത് പോലെയല്ല. അയൽവാസിയെ കുറിച്ചുള്ള പരദൂഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്ക് എതിരാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ഹദീസ് ഉദ്ധരിക്കുകയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണ് എങ്കിൽ അവർ ഫൽയക്രിം ജാറഹു, അയൽവാസിയെ ആദരിച്ചു കൊള്ളട്ടെ എന്നാണ്. അപ്പൊ അയൽവാസിയെ കുറിച്ചാണ് അപരാധം പറയുന്നതെങ്കിൽ, ഗീബത്ത് പറയുന്നതെങ്കിൽ ആ അയൽപക്ക ബന്ധം മുറിഞ്ഞു പോകും. അത് ഗൗരവപ്പെട്ട കാര്യമാണ്. അതുപോലെ സുഫിയാൻ ബിൻ ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞതായി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, ഗീബത്ത് എന്നത്, പരദൂഷണം പറയുക എന്നത് അൽ-ഗീബത്തു അശദ്ദു മിനദ്ദൈൻ, അത് കടത്തേക്കാൾ ഗൗരവപ്പെട്ട കാര്യമാണ്. കാരണം എന്താണ്? അദ്ദൈനു യുഖ്ലാ വൽ ഗീബത്തു ലാ യുഖ്ലാ. കാരണം കടം എന്നത് അത് വീട്ടാൻ പറ്റുന്ന കാര്യമാണ്, കടം കൊടുത്താൽ തീരും. പരദൂഷണം എന്നത് വീട്ടാൻ സാധിക്കുകയില്ല, അത് പറഞ്ഞു പോയാൽ തിരിച്ചെടുക്കാൻ പറ്റാത്തതാണ് എന്നതാണ്. കടത്തേക്കാൾ ഗൗരവപ്പെട്ട കാര്യമാണ് ഗീബത്ത് പറയുക എന്നത്, പരദൂഷണം പറയുക എന്നത്. ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, മസലു സാഹിബിൽ ഗീബത്തി കമസലി മൻ നസബ, പരദൂഷണം പറയുന്നവന്റെ ഉപമ അത് ഏതുപോലെയാണ്? പീരങ്കി പോലെയാണ്. ഒരു യുദ്ധോപകരണം എന്ന നിലക്ക് ആ പീരങ്കി നാട്ടിവെച്ചതുപോലെ അതിലൂടെ അവന്റെ നന്മകൾ എന്ത് ചെയ്യുന്നു? പീരങ്കിയിൽ നിന്ന് ബോംബുകൾ ഇങ്ങനെ വർഷിക്കുന്ന പോലെ ഇടത്തോട്ടും വലത്തോട്ടും അതുപോലെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുമെല്ലാം ആ പീരങ്കിയിലൂടെ ഇങ്ങനെ ആയുധങ്ങൾ പോകുന്നത് പോലെ അവന്റെ നന്മകൾ അവൻ എറിഞ്ഞു കൊടുക്കുകയാണ് എന്നാണ്. അല്ലെ, എത്ര ഗൗരവപ്പെട്ട കാര്യമാണ്. ദീനീ വിഷയങ്ങളിൽ താല്പര്യം കാണിക്കുന്ന പലരിലും പരദൂഷണം പറയുന്ന സ്വഭാവം നിലനിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വ്യഭിചാരവും മദ്യപാനവും പോലെ അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ, അതിന്റെ ഗൗരവമൊക്കെ നമുക്കറിയാം. അതിന്റെ ഗൗരവം കാണിക്കുന്നവർ പോലും പരദൂഷണത്തെ വളരെ ലാഘവത്തോടെ നിസാരമായിട്ടാണ് കാണുന്നത്. അതിന്റെ ഗൗരവം ചിന്തിക്കാത്തത് കൊണ്ടാണ് ആളുകൾ അത്തരം പ്രവർത്തികളിൽ വ്യാപൃതരാകുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇമാം നബവി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, അറിയുക, ഏറ്റവും മോശപ്പെട്ടതും ദുഷിച്ചതും എന്നാൽ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നതുമായ അല്ലെങ്കിൽ പ്രചരിക്കുന്നതുമാണ് പരദൂഷണം എന്നത്. കുറഞ്ഞ ആളുകളല്ലാതെ അതിൽ നിന്നും മോചിതരാകുന്നില്ല.
കുറച്ച് ആളുകൾ മാത്രമേ പരദൂഷണം പറയാത്ത ആളുകളുള്ളൂ. കൂടുതൽ ആളുകളും ഗീബത്തുമായി പരദൂഷണമായി നടക്കുന്ന ആളുകളാണ് എന്നാണ് ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കുന്നത്. അബൂ ബർസ റളിയല്ലാഹു അൻഹു വന്ന ഹദീസിൽ കാണാം, യാ മഅശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലിൽ ഈമാനു ഖൽബഹു ലാ തഗ്താബുൽ മുസ്ലിമീന വലാ തത്തബിഉ ഔറാദിഹിം വഇന്നഹു മൻ ഇത്തബഅ ഔറാദിഹിം يتبع الله أوراته ومن يتبع الله أورته يصلحه في بيته. ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിക്കാതെ നാവ് കൊണ്ട് മാത്രം വിശ്വസിച്ച ആളുകളെ, ഈമാൻ ഹൃദയത്തിലേക്ക് ഇറങ്ങാതെ നാവ് കൊണ്ട് മാത്രം വിശ്വസിച്ച ആളുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ പറയും, നന്മകളൊക്കെ പറയും, തൗഹീദൊക്കെ പറയും, പക്ഷെ അത് ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ലാത്ത ആളുകൾ. അങ്ങനെയുള്ള ആളുകൾ വിളിച്ചു പറയാണ്, നിങ്ങൾ മുസ്ലിങ്ങളെ കുറിച്ച് പരദൂഷണം പറഞ്ഞു നടക്കരുത്. അവരുടെ കുറവ് അന്വേഷിച്ച് അതിന്റെ പിറകെ നിങ്ങൾ നടന്നു പോകരുത്. കാരണം ആരാണോ അവരുടെ കുറവുകൾ അന്വേഷിച്ച് അവരുടെ പിറകെ നടന്ന് അവരുടെ കുറവുകൾ അല്ലാഹു പിന്തുടർന്ന് പിടിക്കുമെന്നാണ്. നമ്മൾ ഒരാളെ കുറ്റവും കുറവും അന്വേഷിച്ച് ഇങ്ങനെ പിന്തുടർന്ന് പോയാൽ നമ്മുടെ കുറ്റവും കുറവും അല്ലാഹു പിന്തുടർന്ന് പിടിക്കും. എന്നിട്ട് ആരുടെ കുറവുകളാണോ അല്ലാഹു പിന്തുടർന്ന് പിടിക്കുന്നത് അവനെ അവന്റെ ഭവനങ്ങളിൽ വെച്ച് അല്ലാഹു വഷളാക്കി കളയും. നമ്മുടെ വീടുകളിൽ വെച്ച്, നമ്മുടെ നാടുകളിൽ വെച്ച്, ആളുകൾക്കിടയിൽ വെച്ച് അല്ലാഹു നമ്മളെ വഷളാക്കി കളയുമെന്നാണ്. നമ്മൾ ഒരാളെ വഷളാക്കിയാൽ അല്ലാഹു തിരിച്ചു ചെയ്യുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഇനി മാത്രമല്ല സഹോദരങ്ങളെ, പരദൂഷണം എന്നത്, ഗീബത്ത് പറയുക എന്നത് നമ്മൾ ചെയ്തു പോകുന്ന നമ്മുടെ കർമ്മങ്ങളെ നിഷ്ഫലമാക്കി കളയും. ദീനാറുകളും ദിർഹമുകളും ഉപകരിക്കപ്പെടാത്ത പരലോകത്ത് നമുക്ക് ആശ്വാസമാകുന്നത് നമ്മുടെ സൽക്കർമ്മങ്ങൾ മാത്രമാണ്. പരദൂഷണം പറഞ്ഞു നടന്നാൽ പരലോകത്തെത്തുമ്പോൾ നമ്മുടെ കർമ്മങ്ങളെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കും ഉണ്ടാകുന്നത്. നമ്മുടെ പ്രവർത്തികളും വാക്കുകളും മുറിവേൽപ്പിച്ചവർക്ക് പ്രായശ്ചിത്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളിൽ നിന്നാണ് എടുത്തു കൊടുക്കുന്നത്. അവർക്കതിന് പകരമായി അല്ലാഹു അതിന് നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊടുക്കുമെന്നാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല أتدرون ما المفلس قالوا المفلس فينا من لا درهم له ولا متاع فقال إن المفلس من أمتي يأتي يوم القيامة بصلاة وصيام وزكاة ويأتي قد شتم هذا وقذف هذا وأكل مال هذا وسفك دم هذا وضرب هذا ويؤتى هذا من حسناته وآذى من حسناته فإن طلعت حسناته قبل أن يقضى ما عليه أخذ من خطاياهم وتريت عليهم ثم تري في النار. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ അല്ലാഹു റസൂൽ ചോദിക്കുകയാണ്, അത്തദറൂന വൽ മുഫ്ലിസ്, ആരാണ് പാപ്പരായ ആളുകൾ, മുഫ്ലിസായ ആളുകൾ? സഹാബികൾ പറഞ്ഞു, ഖാലൂ അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ ലഹു വലാ മതാ. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ, പാപ്പരായ ആളുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ ദിർഹമുകളില്ലാത്തവരാണ്, ദീനാറുകളില്ലാത്തവരാണ്, ജീവിക്കാൻ ഒരു വകയുമില്ലാത്ത ആളുകളാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പാപ്പരായ ആളുകളെന്ന് സ്വഹാബികൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയുണ്ടായി. എന്നിട്ട് അല്ലാഹു റസൂൽ പറയാണ്, ഫഖാല, എന്നാൽ ദീനാറുകളും ദിർഹമുകളും ജീവിക്കാൻ യാതൊരു വകുപ്പുമില്ലാത്ത വകയുമില്ലാത്ത ആളുകളല്ല എന്റെ ഉമ്മത്തിലെ മുഫ്ലിസായ ആളുകൾ. ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി
യഅതി യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ. അവർ നാളെ ഖിയാമത്ത് നാളിൽ വരും, ധാരാളമായി സൽക്കർമ്മങ്ങളുമായിട്ടാണ് വരുന്നത്. അവർ നമസ്കരിച്ചിട്ടുണ്ട്, അവർ സകാത്ത് കൊടുത്തിട്ടുണ്ട്, അവർ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, അവർ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്, ധാരാളക്കണക്കിന് സൽക്കർമ്മങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ആ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം ഈ നന്മകളൊക്കെ ചെയ്യുന്നതോടൊപ്പം അവൻ ഒരുത്തരെ ശകാരിച്ചിട്ടുണ്ട്, മറ്റൊരുവനെ പറ്റി അപവാദം പറഞ്ഞിട്ടുണ്ട്, വേറൊരുത്തന്റെ സ്വത്ത് അന്യായമായി കവർന്നെടുത്തിട്ടുണ്ട്, മറ്റൊരുത്തന്റെ രക്തം അവൻ ചിന്തിയിട്ടുണ്ട്, അവനെ ഉപദ്രവിച്ചിട്ടുണ്ട്. അങ്ങനെ അവർക്കൊക്കെ അവൻ ചെയ്തു പോയ അവന്റെ പുണ്യങ്ങളിൽ നിന്ന് അല്ലാഹു നാളെ പരലോകത്ത് അവൻ ചെയ്ത നമസ്കാരങ്ങളിൽ നിന്ന്, നോമ്പിൽ നിന്ന്, സകാത്തിൽ നിന്ന്, ഹജ്ജിൽ നിന്നെല്ലാം ഈ പരാതിയുമായി വരുന്ന ആളുകൾക്ക് പകരമായി അല്ലാഹു എടുത്തു കൊടുക്കും. അങ്ങനെ അവർ തമ്മിലുണ്ടായ ആ കടം അവിടെ വെച്ച് അല്ലാഹു തീർത്തു കൊടുക്കും. ആ കടം തീരുന്നതിന് മുമ്പ് വേറെയും ആളുകൾ വരികയാണ്, റബ്ബേ ഇവൻ ഇന്ന ഉപദ്രവങ്ങൾ നാവ് കൊണ്ട്, കൈ കൊണ്ട്, സമ്പത്ത് കൊണ്ടൊക്കെ എന്നെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് വേറെയും ആളുകൾ വരും. പക്ഷെ ഇവന്റെ അടുക്കൽ ഹസനാത്തുകളൊക്കെ എടുത്തു കൊടുത്തു കഴിഞ്ഞ് ഇനി കൊടുക്കാനില്ല. അവന്റെ നന്മകളെല്ലാം തീർന്നു കഴിഞ്ഞു. ആ നന്മകൾ തീർന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന പണി എന്താണ്? ആ പരാതിയുമായി വന്ന ആളുടെ തിന്മകളെല്ലാം ഈ ആളുടെ മേൽ അല്ലാഹു വെച്ച് കെട്ടുമെന്നാണ്, അവന് കൊടുക്കുമെന്നാണ്. എന്നിട്ട് സഹോദരങ്ങളെ, അങ്ങനെ അവൻ നരകത്തിൽ അവന് തള്ളപ്പെടും. ആരാണ്? ധാരാളം നിസ്കരിച്ച്, നോമ്പ് നോറ്റ്, ഹജ്ജ് ചെയ്ത് നന്മകളുമായി സ്വർഗം പ്രതീക്ഷിച്ച് പരലോകത്തെത്തിയ വ്യക്തി അവസാനം പോകുന്നത് എവിടേക്കാണ്? നരകത്തിലേക്ക്. ചെറിയ വിഷയമല്ല, ഗൗരവത്തിൽ കാണേണ്ടതാണ്. മാത്രമല്ല സഹോദരങ്ങളെ, എന്നിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞു മറ്റൊരു ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാനത് ലഹു മദ്മത്തുൻ ലാ അഹിദ മിൻ ഇർളി ഔ ഷൈഇൻ ഫൽയതഹല്ലഹു മിൻഹു യൗമ. നാളെ പരലോകത്ത് വല്ലവനും തന്റെ സ്നേഹിതന്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ മറ്റൊരാള് ഉപദ്രവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ദീനാറുകളും ദിർഹമുകളും ഫലം ചെയ്യാത്ത ദിനം വരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ അത് പരലോകമാണ്. അവിടെ എന്തില്ല? പണം കൊടുത്ത് അധികാരം പിടിക്കാനോ അല്ലെങ്കിൽ രക്ഷപ്പെടുവാനോ സാധ്യമല്ല. അതൊക്കെ ദുനിയാവിലാണ്. ഏത് കുറ്റകൃത്യം ചെയ്താലും, വ്യഭിചരിച്ചവനും തോന്നിവാസനം ചെയ്താലും അതൊക്കെ കേസാകുമ്പോഴേക്ക് പണത്തിന്റെ ഹുങ്കുണ്ടെങ്കിൽ ദുനിയാവിൽ ഒരു പക്ഷെ രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ ദിർഹമുകളും ദീനാറുകളും നാളെ പരലോകത്തെന്തെയില്ല, ഉപകാരപ്പെടുകയില്ല. ആ ദിർഹമുകളും ദീനാറുകളും ഫലം ചെയ്യാത്ത ദിവസം വരുന്നതിന് മുമ്പായി ഈ ലോകത്ത് വെച്ച് തന്നെ അവർ മാപ്പ് ചോദിച്ചു കൊള്ളട്ടെ എന്നാണ് അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുള്ളത്. അവൻ വല്ല സൽക്കർമ്മങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്ത അക്രമത്തിന്റെ തോതനുസരിച്ച് അതിൽ നിന്ന് നാളെ പരലോകത്ത് അല്ലാഹു എടുത്തു കൊടുക്കുമെന്നാണ്. അവന് തിന്മകളൊന്നുമില്ല എങ്കിൽ, അല്ലെങ്കിൽ അവന് നന്മകളൊന്നുമില്ല, ഈ പകരമായി എടുത്തു കൊടുക്കാൻ നന്മ ഒന്നുമില്ല, അങ്ങനെയാണെങ്കിൽ ആക്രമിക്കപ്പെട്ട ആ സഹോദരന്റെ പാപത്തിൽ ഒരു ഭാഗം ഇവന്റെ മേൽ ചുമത്തപ്പെടും. സുബ്ഹാനല്ലാഹ്, എത്ര ഗൗരവമുള്ള കാര്യമാണ് സഹോദരങ്ങളെ. നമ്മൾ നിസ്സാരമായി കാണുന്ന ഗീബത്ത് എന്ന് പറയുന്ന ആ പരദൂഷണം എന്നതിന്റെ ഗൗരവം നമ്മൾ അറിയണം, പഠിക്കണം. അതറിയാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ വന്നു പോകുന്നത്.
ഇനിയോ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു റഹിമഹുല്ല പറഞ്ഞതായി കാണാം, അന്ത്യനാളിൽ ഒരുവനെ കൊണ്ടുവരപ്പെടും, അവന്റെ കർമ്മപുസ്തകം അവന് നൽകപ്പെടുകയും ചെയ്യും. എന്നാൽ അവനതിൽ തന്റെ നിസ്കാരമോ നോമ്പോ മറ്റു സൽക്കർമ്മങ്ങളോ ഒന്നും കാണുകയില്ല. അപ്പോൾ ആ മനുഷ്യൻ അല്ലാഹുവോട് പറയുകയാണ്, ഫയഖൂലു യാ റബ്ബി, എന്റെ രക്ഷിതാവേ റബ്ബേ, ഹാദാ കിതാബ്, ഈ കിതാബുണ്ടല്ലോ, ഗൈരി, ഇത് എന്റെ കിതാബല്ല അല്ലാഹ്. റബ്ബേ, ഇത് എന്റെ കിതാബല്ല, ഇത് മറ്റാരുടെയോ പുസ്തകമാണ്. എനിക്ക് ഈ പുസ്തകത്തിൽ ഇല്ലാത്ത ഒരുപാട് സൽക്കർമ്മങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അല്ലാഹു ആ മനുഷ്യനോട് പറയും, നിന്റെ റബ്ബ് തെറ്റ് സംഭവിക്കുന്നവനല്ല, നിന്റെ റബ്ബിന് മറവി സംഭവിക്കുകയില്ല. നിന്റെ പുസ്തകത്തിൽ നീ ചെയ്തു പോയ സൽക്കർമ്മങ്ങൾ ഇല്ലാതാവാനുള്ള കാരണം അതെന്താണ്? ذهب عملك بغيثيابك للناس, നിന്റെ ഗീബത്ത് കാരണമാണ് നിന്റെ കർമ്മങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയത്. അതെല്ലാം മറ്റുള്ളവർക്ക് എടുത്തു കൊടുത്തു. അതുകൊണ്ടാണ് നിന്റെ കിതാബിൽ നീ ചെയ്ത സൽക്കർമ്മങ്ങളൊന്നും കാണാത്തത് എന്നാണ്. ഈ സഹോദരങ്ങളെ, ഇമാം ഹസൻ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, ഒരാള് ഇന്നാലിന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ഗീബത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഹസൻ ബസരി റഹിമഹുല്ലാഹയോട് ഒരാൾ വന്ന് പറയാം. അപ്പൊ അദ്ദേഹം അത് കേട്ട ഉടനെ എന്താ ചെയ്തത്? നമ്മളെ കുറിച്ച് ഒരാൾ പറയാണ്, ഇന്ന വ്യക്തി നിങ്ങളെ കുറിച്ച് ഒരു ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, സമൂഹത്തിലൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളെ പ്രതികരണം എന്തായിരിക്കും? നമ്മൾ പോയി അവനെ കാണുകയും കൈകാര്യം ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യും. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താ ചെയ്യും? ദേഷ്യപ്പെടാനാണ് പറ്റുന്നത് ചെയ്യും, അടിക്കാനാണ് പറ്റുന്നത് അടിക്കും. എന്നാൽ ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് ചെയ്തത് എന്താണ്? നിങ്ങളെ കുറിച്ച് ഇന്ന വ്യക്തി ഒരു ഗീബത്ത് പറഞ്ഞ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അത് കേട്ട ഉടൻ അദ്ദേഹം ചെയ്തത്, ഒരു പാത്രത്തിൽ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ട് എന്ത് ചെയ്തു? ആ പറഞ്ഞ വ്യക്തിക്ക് എന്ത് ചെയ്തു? ഈ ഗീബത്ത് പറഞ്ഞ് നടക്കുന്ന വ്യക്തിക്ക് അദ്ദേഹം കൊടുത്തയച്ചു എന്നാണ്. അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താ? അങ്ങനെ ചെയ്യാനുള്ള കാരണം ആ മനുഷ്യൻ എന്നിട്ട് അദ്ദേഹം പറയാം, താങ്കളുടെ കുറച്ച് നന്മകൾ എനിക്ക് തന്നു, അത് എനിക്ക് സമ്മാനമായി താങ്കൾ തന്നു, അതിന് പ്രത്യുപകാരമായിട്ടാണ് ഞാൻ ഈത്തപ്പഴം കൊടുത്തയച്ചത് എന്നാണ്. നമ്മളെ കുറിച്ച് ഒരാൾ ഗീബത്ത് പറഞ്ഞാൽ നമ്മൾ സങ്കടപ്പെടുകയോ ദുഃഖിക്കുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ട, സന്തോഷിക്കണം. കാരണം നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് പക്ഷെ നമ്മൾ സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. പക്ഷേ ഒരാൾ നമ്മളെ കുറിച്ച് ദുഷിച്ചു പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അയാൾ ചെയ്ത നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇതൊക്കെ നാളെ പരലോകത്ത് നമുക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. അതുകൊണ്ടാണ് സമ്മാനമായി ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് കൊടുത്തയച്ചത്. ഇനി ഇമാം അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഞാൻ ആരെയെങ്കിലും കുറിച്ചും പരദൂഷണം പറയുമായിരുന്നെങ്കിൽ അത് ആരെക്കുറിച്ച് പറയുമായിരുന്നു? എന്റെ മാതാപിതാക്കളെ പറ്റി ഞാൻ പറയുമായിരുന്നു. കാരണം അവർ രണ്ടുപേരുമാണ് എന്റെ നന്മക്ക് ഏറ്റവും അർഹതപ്പെട്ട ആളുകൾ. നമ്മൾ ചെയ്ത നന്മകൾക്ക് ഏറ്റവും അർഹതപ്പെട്ട ആളുകൾ ആരാണ്? മാതാപിതാക്കളാണ്. അങ്ങനെ ഞാൻ പരദൂഷണം പറയാൻ അനുവാദമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആരെക്കുറിച്ച് പരദൂഷണം പറയുമായിരുന്നു? അത് എന്റെ ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചുമാണ് എന്നാണ്. മാത്രമല്ല സഹോദരങ്ങളെ, ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, സ്വാലിഹീങ്ങളായ ആളുകളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് എന്തുമാത്രമാണ് ഗീബത്ത് നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലങ്ങൾ എന്തുമാത്രമാണ് അവർ നിഷ്ഫലമാക്കിക്കൊണ്ടിരിക്കുന്നത്. ലോകങ്ങളുടെ റബ്ബിന്റെ കോപം എന്തുമാത്രമാണ് അവർ നേടിക്കൊണ്ടിരിക്കുന്നത്. നീചന്മാരുടെ ഭക്ഷ്യഫലമാണത്.
ദുർബലനായ ആളുകൾ, ആ ദുർബലർക്കൊരു ആയുധമാണ്. തഖ്വയുള്ളവരുടെ നാവുകൾ പോലും ചിലപ്പോൾ ചവച്ചു തുപ്പിയേക്കാവുന്ന, മാന്യന്മാരുടെ കേൾവികൾ പോലും ചവച്ചിറക്കിയാക്കാവുന്ന ഇറച്ചി കഷ്ണമാണത് എന്നാണ്. ഇത്രയും ഗൗരവപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, നേരത്തെ ഓതിവെച്ച സൂറത്ത് ഹുജറാത്തിന്റെ 12-ാമത്തെ വചനം ശവം തിന്നുന്നതിന് തുല്യമായിട്ടാണ് എന്ന് പറഞ്ഞ ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹിമഹുള്ള ഒരു ചരിത്ര സംഭവം കൊണ്ടുവരുന്നുണ്ട്. എന്താണത്? ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും അവർ യാത്ര പുറപ്പെട്ടു പോവുകയാണ്. യാത്രക്ക് ഒരുങ്ങുകയാണ്. അങ്ങനെ യാത്രക്ക് ഒരുങ്ങിയപ്പോൾ ആ യാത്രയിൽ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, ഭക്ഷണം ഉണ്ടാക്കാൻ, മറ്റു സൗകര്യങ്ങളൊക്കെ ഏർപ്പാടും ചെയ്തു കൊടുക്കാൻ കൂടെ ഒരു ഖാദിമിനെ, ഒരു വേലക്കാരനെ കൂടെ കൂട്ടി. യാത്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം യാത്രയുടെ ക്ഷീണമെത്തിയപ്പോൾ അവരൊരു തണൽ കണ്ടപ്പോൾ അവർ വിശ്രമിച്ചു. ആ മരച്ചുവട്ടിൽ വിശ്രമിക്കാൻ ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് അപ്പുറം മാറിക്കിടന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും വേറെ സ്ഥലത്തും കിടന്നു. ആ സമയത്ത് കൂടെ കൊണ്ടുപോയ വ്യക്തിയുടെ ചുമതല അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ആ ഭക്ഷണം ഉണ്ടാക്കുന്ന വ്യക്തി, അയാൾക്ക് മനുഷ്യനാണല്ലോ, അയാൾക്ക് ക്ഷീണമുണ്ടാകും. അയാൾ കുറച്ചൊന്ന് വിശ്രമിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വിചാരിച്ചു. ഉറങ്ങിപ്പോയി. ആ ഉറക്കം നീണ്ടുപോയി. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭക്ഷണമൊക്കെ കഴിക്കാൻ വിചാരിച്ചു ഇങ്ങനെ എഴുന്നേറ്റപ്പോ അത് ഉണ്ടാക്കാൻ കൊണ്ടുപോയ വേലക്കാരന് നല്ല സുഖമായിട്ട് ഉറങ്ങാം. അവർ രണ്ടുപേരിൽ ആരും ഒരാൾ പറഞ്ഞു, ഇവൻ വലിയ ഉറക്കക്കാരനാട്ടോ. വേറെ ഒന്നും പറഞ്ഞില്ല, ഇവൻ വലിയ ഉറക്കക്കാരനാ. ഇവൻ എന്തൊരു ഉറക്കക്കാരനാണ്, ഇത്ര മാത്രം പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് അയാളെ വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോകണം, അബൂബക്കർ ഉമറും സലാം പറഞ്ഞിട്ടുണ്ട്, സലാം പറയണം. ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണമെന്ന് പറഞ്ഞപ്പോ ഇത് പോയിട്ട് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, അബൂബക്കറും ഉമറും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ എന്ന് നബി പറഞ്ഞു. ഇത് തിരിച്ചു വന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ച് ഈ സംഭവം പറഞ്ഞപ്പോ ഭക്ഷണം കഴിക്കാത്ത അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ ഗൗരവം ഉണ്ടാവും, എന്താണെന്ന് അറിയണം. അല്ലാഹു റസൂലിന്റെ അടുക്കലേക്ക് പോയി, റസൂലേ ഞങ്ങൾ ഉറങ്ങിയായിരുന്നു, നമ്മളെ കൂടെ ഭക്ഷണം ഉണ്ടാക്കാൻ വന്ന ആളും ഉറങ്ങിയായിരുന്നു, അയാൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. അല്ലാഹു റസൂൽ പറഞ്ഞു, നിങ്ങളുടെ അണപ്പല്ലുകൾക്കിടയിൽ ഈ മനുഷ്യന്റെ പച്ച മാംസം ഞാൻ കാണുന്നു എന്നാണ്. എന്താ അവർ പറഞ്ഞത്? ഒരു ഉറക്കക്കാരൻ എന്ന വീട് മാത്രം. എന്നിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കാണ്, പ്രിയമുള്ളവരെ, ഏറെ ചിന്തിപ്പിക്കേണ്ടത്, ഗൗരവമുള്ളത്. നിങ്ങൾ ആ മനുഷ്യനോട് എന്താക്കണം? ആ മനുഷ്യനോട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറയണം, അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. ഞങ്ങൾ പറഞ്ഞു പോയതിൽ ക്ഷമിക്കാൻ, അല്ലാഹുവോട് പൊറുത്തു തരാൻ ആ മനുഷ്യനോട് പ്രാർത്ഥിക്കാൻ പറയണമെന്നാണ്. ഇവിടെയാണ് സഹോദരങ്ങളെ, ഈ ആധുനിക കാലത്ത് സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിക്കുന്ന നമ്മൾ, വാട്സപ്പിലും ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയ ആപ്പുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എത്ര ആളുകളെ കുറിച്ച് എന്തെല്ലാം കമന്റുകളാണ് നമ്മൾ അയക്കുന്നത്. അവന് ഇഷ്ടമുണ്ടോ, ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും അറിയാതെ. ഇല്ലാത്തതാണെങ്കിൽ അത് കളവ് കൂടിയാകുന്നു, ഉള്ളതാണ് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ അത് ഗീബത്താണ്. അതങ്ങനെ ഷെയർ ചെയ്ത് എവിടേക്കോ എത്തുന്നു. എത്ര കാലം അത് ഷെയർ ചെയ്തു പോകുന്നു. നമ്മൾ മാപ്പ് ചോദിച്ചാൽ ആരോടൊക്കെ മാപ്പ് ചോദിക്കണം. ഇല്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മളെ കാരണം ഒരാൾക്ക് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ, മനസ്സിന് വേദനിച്ചിട്ടുണ്ട് എങ്കിൽ, നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി നഷ്ടക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട് നാളെ പരലോകത്ത്
നരകത്തിലേക്ക് പോകുന്ന ആളുകളുടെ ഹതഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടും. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ് വസിയ്യത്ത് ചെയ്യുന്നത്. അവസാന നാളുകളാവുമ്പോൾ വിജ്ഞാനം ഉയർത്തപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ കാണാം. എങ്ങനെയാണ് വിജ്ഞാനം അത് ഉയർത്തപ്പെടുക? സമൂഹത്തിലെ ഉന്നതന്മാരായ ഏറ്റവും പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരുടെ മരണങ്ങളിലൂടെയാണ് അത് സംഭവിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. പണ്ഡിതന്മാർ എന്നത് ഈ ലോകത്തിലെ വിളക്കാണ്. കാരണം അവർ തെളിച്ചു നൽകുന്ന വിളക്കിന്റെ വെളിച്ചത്തിലാണ് ഇൽമില്ലാത്ത സാധാരണക്കാരായ ആളുകൾ വഴിതെറ്റാതെ നടന്നു പോകുന്നത്. ഒരു വിളക്ക് അണഞ്ഞു പോയാൽ, കെട്ടുപോയാൽ അത്രയും വെളിച്ചം ആ ലോകത്തിന് നഷ്ടപ്പെട്ടു പോകും, ആ സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോകുമാണ് എന്നാണ്. അത്തരത്തിലുള്ള വെളിച്ചമാണ് കഴിഞ്ഞ ദിവസം നമ്മളിൽ നിന്ന് അണഞ്ഞു പോയത്. അത്തരത്തിലുള്ള സൂര്യന്റെ പ്രകാശമാണ്, മഹാവിളക്കാണ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയത്. സൗദി അറേബ്യയിലെ ഉന്നത പണ്ഡിത സഭയായ ലജ്നത്തു ദാഇമയുടെ തലവനും സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയുമായിരുന്ന അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹ് ആൽ ഷെയ്ഖ് റഹിമഹുല്ലാഹ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞ വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ടത്. അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കണം. അദ്ദേഹത്തിന്റെ ചരിത്രം 9ാമത്തെ വയസ്സിൽ ഉപ്പ മരണപ്പെടുകയാണ്. പിന്നീട് മാതാവാണ് വളർത്തുന്നത്. അദ്ദേഹം ഖുർആൻ ഹാഫിളാക്കുന്നു, പണ്ഡിതന്മാരുടെ കൂടെ കൂടുന്നു, അതുപോലെ ധാരാളമായി കിതാബുകൾ ഹദീസുകളെല്ലാം മനഃപ്പാഠമാക്കുന്നു. ഇതേപോലെയുള്ള മക്കളായി നമ്മുടെ മക്കളെയും നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാരുടെ ചരിത്രം, ഇമാം ഷാഫിയെ പോലെയുള്ള അതുപോലെ മഹാരഥന്മാരെ പണ്ഡിതന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഉമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ് അവരെല്ലാം ഖുർആനും ഹദീസും പഠിച്ചിട്ടുള്ളത്. ഇന്നത്തെ പോലെ കോളേജുകളും അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നല്ല. അതുകൊണ്ട് പണ്ഡിതന്മാരെ വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് അത്തരം ആളുകൾ ഉയർന്നു വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ പണ്ഡിതന്മാർക്കും അവരുടെ ആശ്രം പരലോകം അല്ലാഹു റാഹത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ പണ്ഡിതന്മാർക്ക് പകരമായി അല്ലാഹു ഇൽമുള്ള, അറിവുള്ള നേതൃത്വവും പണ്ഡിതന്മാരെയും ഇനിയും ലോകത്ത് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അയൽവാസികൾ, നാട്ടുകാർ, അവരെല്ലാം ഇന്ന് ഖബറുകളിലാണ്. അവരുടെ ഖബറിടം നീ വിശാലമാക്കണം റഹ്മാനെ. അവരുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ റഹ്മാനായ റഹീമേ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അല്ലാഹുവേ, സാമ്പത്തികമായി ശാരീരികമായി പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ആരോഗ്യപരമായി പ്രയാസങ്ങളുള്ള ആളുകൾക്ക് അവരുടെ രോഗങ്ങൾ നീ ശിഫ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, സാമ്പത്തികമായി കടങ്ങൾ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവരുടെ കടങ്ങൾ ഹലാലായ മാർഗത്തിലൂടെ കൊടുത്തു കൂട്ടുവാനുള്ള